ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടെന്ന വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് തൊട്ട്. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച് ഹൈപ്പ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോയാൽ അങ്ങനെ ഒരു ബംഗ്ലാവ് കാണാൻ വേണ്ടി ശ്രുതിയും കൂടെ ചെന്നിട്ട് മതിമറന്നങ്ങ് നിൽക്കുകയാണ്. അങ്ങ് ഇഷ്ടപ്പെട്ടു പോയിട്ടോ. എന്റെ പൊന്നോ, ശ്രുതി പറയാണ്, എനിക്കിത് മേടിക്കണം ശ്രുതി, എനിക്കിത് മേടിക്കണം. എനിക്കിത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ശ്രുതി. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, നമുക്ക് ഈ ഡീൽ ഉറപ്പിച്ചാലോ? ഉറപ്പിക്കാന്നേ, എനിക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു, നമുക്ക് ഉറപ്പിക്കാന്ന് പറഞ്ഞ് നേരെ ചെന്ന് ആ ഓണറിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. ഓണർ ചോദിച്ചു, വീടൊക്കെ ഇഷ്ടമായോ? എന്തൊരു ചോദ്യം സാറേ ചോദിക്കുന്നത്? ഇങ്ങനെ ഒരു വീട് കണ്ട ആർക്കെങ്കിലും ഇഷ്ടമാകാതിരിക്കുവോ? അടിപൊളി വീടല്ലേ? അപ്പൊ ശ്രുതിയും പറഞ്ഞു, ഇഷ്ടായി സാറേ, ഈ വീട് ഞങ്ങൾക്ക് തന്നെ വേണം സാറേ, ഈ വീട് ആർക്കും കൊടുക്കണ്ട. ഞങ്ങള് പൂർണ്ണ മനസ്സോടു കൂടിയൊന്നും അല്ലാട്ടോ വിൽക്കുന്നത്. ഞങ്ങളൊരു ലൈഫ് തുടങ്ങിയത് ഇവിടെന്നാ. എന്റെ ബിസിനസ് അങ്ങ് ദുബായിലാ. ഞാനും വൈഫും അവിടെ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് മാത്രം ഈ വീട് വിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഞങ്ങൾ വിൽക്കത്തില്ലായിരുന്നു. അപ്പൊ ശ്രുതി പറയാ, അല്ല മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല, അത് നമുക്ക് സംസാരിച്ചാ പോരെ? സംസാരിക്കാന്നേ, ബാക്കി ഡീലിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാന്ന് പറഞ്ഞൊരു ഫയലൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഫയൽ എടുത്തിട്ട് പറഞ്ഞു, ഇത് വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരമാ, ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒരു പ്രശ്നവും ഇല്ലാത്ത ആധാരമാണ്, ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ വീടും ആ ഒരു ആധാരമൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്, ശ്രുതിയും കൂടെ ചേർന്ന് കേട്ടോ. എന്തേലും കോപ്പോ ഗണയോ അറിയാമോ എന്നൊന്നും അറിയത്തില്ല, എന്തൊക്കെയോ നോക്കുന്നുണ്ട്, എന്തൊക്കെയോ വായിച്ചൊക്കെ എടുക്കുന്നുണ്ട്. വായിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ചോദിച്ചു, ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഒരു ഡൗട്ടും ഇല്ല സാറേ, എല്ലാം ക്ലിയറാ, പേപ്പേഴ്സ് എല്ലാം ക്ലിയറാ. ഈ സ്ഥലത്തിനും വീടിനും ഏകദേശം 5 കോടി രൂപയെങ്കിലും വില വരും. എനിക്ക് 3 കോടി രൂപ തന്നാ മതി. അത് പിന്നെ സാറേ, അതങ്ങനെ ഇത്രയും വില കുറച്ച് തരുന്നത്? ഈ വീടിന് വേറെന്തെങ്കിലും പ്രോബ്ലംസ് വല്ലതും? വീടിന് ഒരു പ്രോബ്ലംസും ഇല്ലെന്നേ. ഞങ്ങള് ഈ വീട് എടുത്തിട്ട് കുറച്ചായി, അപ്പം ഞങ്ങൾക്ക് ചെലവായത് 2 കോടി രൂപയാണ്. ഇപ്പം അത് 5 കോടി കിട്ടുമെങ്കിലും ഞങ്ങൾക്ക് അത് വേണ്ട, 1 കോടി രൂപ ലാഭം മതി. അധികമായിട്ട് ഒത്തിരി പൈസയൊന്നും ആവശ്യമില്ലെന്നേ. ഞാൻ പറഞ്ഞല്ലോ, 1 കോടി അത് മാത്രം മതി, ഞങ്ങൾ സംതൃപ്തരാ. അപ്പോഴത്തേക്കും അവിടുത്തെ ആ ഓണറിന്റെ ഭാര്യ പറഞ്ഞു, ക്യാഷ് അല്ല വലുത്, ഞങ്ങൾക്ക് അതിനോട് ആർത്തിയൊന്നും ഇല്ലെന്നേ. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് എന്റെ ഏട്ടൻ ചെയ്യുന്നത്. പ്രോഫിറ്റിൽ പകുതിയും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി എന്റെ ഏട്ടന് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അയാള് പറഞ്ഞു, നിങ്ങളൊക്കെ നല്ല ആൾക്കാരായതുകൊണ്ടാട്ടോ ഞാൻ ഈ വിലക്ക് തരുന്നത്. എനിക്ക് സുധീനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ക്യാഷ് കൂട്ടി വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഞങ്ങൾക്ക് അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ടെന്നേ, തലമുറകളൊക്കെ ജീവിക്കാനുള്ള ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പൊ സുധി പറഞ്ഞു, ഏതായാലും നിങ്ങളുടെ മനസ്സ് ഭയങ്കര വിശാലമാണല്ലോ. മനസ്സ് വിശാലമായിട്ടൊന്നും അല്ല, മനസ്സാക്ഷി ഉണ്ടായിട്ടാ. എന്നാ പിന്നെ 3 കോടി അത് നമുക്കങ്ങ് ഫിക്സ് ചെയ്താലോ? അപ്പൊ സുധി പറഞ്ഞു, അത് പിന്നെ എന്നെ കൊണ്ട് ഇപ്പം 3 ക്രോസ് ഉടനെ തരാൻ പറ്റത്തില്ല, പതുക്കെ ചിലപ്പോൾ സാധിക്കത്തുള്ളൂ. എനിക്ക് ഇതിനു വേണ്ടി ഒരു ബാങ്ക് ലോണിന് ട്രൈ ചെയ്യാനുണ്ട്, അതിന് സാറിന് കുറച്ച് സമയം തരാൻ പറ്റുമോ? അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിക്കാണ് കേട്ടോ. അപ്പൊ സുധി പറഞ്ഞു, കുറച്ച് ടൈം തന്നാലേ ഞങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റത്തുള്ളൂ, അതാ സാറേ. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു 50 lakhs ആദ്യത്താ, ഒരു 6 മാസം കഴിഞ്ഞ് ബാക്കി തന്നാ മതി, കുഴപ്പമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സുധി, അയ്യോ 50 lakhs സംഘടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ സാറേ. അല്ല ശ്രുതി, നിന്റെ കയ്യിൽ വല്ലതും? അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളൊരു 30 lakhs തരാം, അത് മതിയോ സാറേ? ഇപ്പൊ അത്രയും തരാം, ഒരു 30 lakhs. ശരി, എന്നാ പിന്നെ 30 ലക്ഷം ആദ്യം, ബാക്കി 2 കോടി 70 ലക്ഷം 6 മാസത്തിനകം ഞങ്ങളുടെ കയ്യിൽ എത്തണം. അപ്പോഴത്തേക്കും നമ്മുടെ സുധി ചങ്കിൽ കൈവച്ചിട്ട് ആശ്വാസമായി. അപ്പൊ സുധി പറഞ്ഞു, എനിക്ക് ലോൺ അറേഞ്ച് ചെയ്യാനുള്ളതാ, അപ്പൊ ഈ വീടിന്റെയും കാര്യങ്ങളുടെയും പേപ്പേഴ്സ് ഒക്കെ വേണമായിരുന്നു. ലോണിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കേ വേണ്ട, അതിന്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം, അത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നൊക്കെ. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ലോണിന് സംഘടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാം, പോരെ? അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, അത് മതി സാറേ. അല്ല, വേണമെങ്കിലേ ഇവിടെ ഒന്ന് താമസിക്കാട്ടോ വന്ന്, ഇവിടുത്തെ താമസം ഒന്ന് നോക്കിയിട്ട് മേടിച്ചാലും മതി. ഫാമിലിയൊക്കെ ആയിട്ട് ചിലപ്പം ഇവിടെ ഒന്ന് താമസിക്കണമെങ്കിൽ 2 ദിവസം താമസിച്ചിട്ട് മേടിച്ചാൽ മതി. അല്ല, ഞാനൊരു വിശ്വാസിയാണേ, ഈ ബുധനാഴ്ച നല്ലൊരു ദിവസം, വേണമെങ്കിൽ നിങ്ങൾ ഈ ബുധനാഴ്ച സെറ്റ് ആക്കിക്കോ, അന്ന് വേണമെങ്കിൽ 30 ക്രോസ് തന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കയറാം. പിന്നെ ഞങ്ങൾക്ക് അന്ന് ഒരു 5 ലക്ഷം രൂപ അഡ്വാൻസ് തരണം.
ബുധനാഴ്ച. ബാക്കി 25 ലക്ഷം രൂപ ഫാമിലി ആയിട്ട് താമസിക്കുന്ന അന്നില്ലേ, അന്ന് തന്നാലും മതി. ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ വേണം. കുഴപ്പമുണ്ടോ? ഏയ് കുഴപ്പമില്ല സാറേ, ഒട്ടും വൈകില്ല, എല്ലാം സാറ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. എന്നാ പിന്നെ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തേ ശ്രീജ എന്ന് ആ പുള്ളിക്കാരിയോട് പറഞ്ഞു. അപ്പൊ ആ പുള്ളിക്കാരി ഇങ്ങനെ കുടിക്കാനായിട്ട് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോവാണ് കേട്ടോ. എന്റെ പൊന്നോ, ഇതിലും വലിയ സന്തോഷം ഉണ്ടോ നമ്മുടെ ശ്രുതിക്കും ഒരു വീട്, അതും 5 കോടി വില മതിക്കുന്ന വീട് 3 കോടിക്ക് കിട്ടാൻ പോവാണ്. പോട്ടെ, ഭയങ്കര അബദ്ധത്തിലേക്കാട്ടോ ചെന്ന് ചാടുന്നത്. അതൊക്കെ ഞാൻ പതുക്കെ പറയാം. കാരണം ആ ഒരു വലിയൊരു കോമഡി ഒക്കെ തന്നെ. ഈ 30 ലക്ഷം കപ്പൽ കയറി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 30 ലക്ഷം കൊണ്ട് അവര് മുങ്ങും, ഈ വീട് കിട്ടാത്തൊരവസ്ഥയും വരും. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും അവിടുന്ന് ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് നേരെ പോവുകയാണ് എങ്ങോട്ടേക്ക്? നമ്മുടെ ചന്ദ്രോദയത്തേക്ക്. ഓ, ചന്ദ്രോദയത്തേക്ക് ചെന്ന് ഇനിയിപ്പോ എല്ലാവരും അറിയിക്കണമല്ലോ ഞങ്ങൾ വീട് മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയെന്നും. ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. ഏതായാലും ഈ സമയത്ത് ആ ഓണറിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ ഒരു ചെറിയ ചിരിയോടൊക്കെ കൂടി ഭാര്യയുടെ അടുത്ത് എന്നിട്ട് പറയാ, സുനിതേ, നമ്മുടെ പ്ലാൻ സക്സസ് ആയി. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു മണ്ടൻ തന്നെ വന്ന് വീണു. ആ അതെ അതെ, എന്തു പറഞ്ഞാലും വിശ്വസിച്ചോളും. വിശ്വസിച്ചോളും. ദേ പിന്നെ 30 ലക്ഷം രൂപ അവൻ തരും. ക്യാഷ് കൈ കിട്ടിയ ഉടനെ തന്നെ നമുക്ക് ഈ വീടിന്റെ ഓണറിന്റെ അടുത്ത് ചെന്ന് ഒഴിയുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് നമുക്ക് സ്ഥലം വിട്ടു പോകാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന്. മനസ്സിലായോ? എന്താണ്? വാടക വീടാണ് അവര് വിൽക്കാൻ ശ്രമിക്കുന്നത്. പോട്ടൻ അതുപോലും അറിയാതെയാണ് അത് മേടിക്കാൻ വേണ്ടി പോകുന്നത്. എന്ത് ചെയ്യാനാണല്ലേ, വീണ്ടും നമ്മുടെ ശ്രുതി കുളത്തിൽ ചെന്ന് വീഴാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ശ്രുതി ഉണ്ട് കുളത്തിൽ വീഴാനായിട്ട്. എന്നാലും ഇതേ സമയം ഇവരൊരു മാഫിയാണ്, ഇവർക്ക് ഇത് തന്നെയാണ് പരിപാടി. അപ്പൊ ഇവര് പറയുന്നത് ഇനി ബാംഗ്ലൂരിലൊരു വീടില്ലേ, അതും കൂടെ നമുക്ക് പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയാണ് കേട്ടോ. അപ്പൊ രേവതി പൂവൊക്കെ വിൽക്കാനായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. അങ്ങനെ രേവതി ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. ഒരു സ്ഥാപനമാണ്. അപ്പൊ അങ്ങോട്ടേക്ക് കയറി ചെല്ലുക. എന്നിട്ട് നമസ്കാരം സാറേ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ ഇരിക്ക് എന്നിങ്ങനെ പറയാം. അപ്പം എന്താ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ സാറേ, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഡെക്കറേഷൻ നന്നായിരുന്നോ? ആ ഡെക്കറേഷൻ നന്നായിരുന്നേ. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. എന്നെ വിശ്വസിച്ച് വർക്ക് ഏൽപ്പിച്ച നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് സാറേ, ഒരുപാട് നന്ദിയുണ്ട്. കുറെ പേര് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. അവരൊക്കെ രേവതിനെ വിളിക്കും, ഒത്തിരി ഓർഡറും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോന്ന്. അപ്പൊ നമ്മുടെ മറ്റേ കല്യാണ മണ്ഡപം ഇല്ലേ, ആ സംഭവത്തിന്റെ ആൾക്കാരാണ് കേട്ടോ. ആ ഓഫീസിലേക്കാണ് കയറി ചെന്നിരിക്കുന്നത് നമ്മുടെ രേവതി. അപ്പം അവിടെ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ രേവതിക്ക് നല്ല അഭിപ്രായങ്ങളാണ്. എല്ലാവരും അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇനി ഒരുപാട് ഓർഡർ കിട്ടുമെന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏതായാലും എന്നിട്ട് നമ്മുടെ അവിടുത്തെ ആ ഓണർ പറഞ്ഞു 10,000 രൂപ അഡ്വാൻസ് തന്നതല്ലേ, ബാക്കി പൈസ വേണ്ടേ? അത് കഴിച്ചുള്ള ബാക്കി ക്യാഷാ. 1 രൂപ പോലും കുറച്ചിട്ടില്ല, കൂട്ടി തരണമെന്നേ എന്റെ മനസ്സിനുള്ളൂ. കാരണം അത്രയ്ക്ക് തൃപ്തിയായിരുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി പൈസയും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ മനസ്സ് നിറഞ്ഞു കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് ആ പൈസ മേടിച്ചിട്ട് ക്യാഷ് എണ്ണി നോക്കിക്കോളാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, എണ്ണി നോക്കിയ പോലെയാ സാറേ ഇത്. വർഷങ്ങളായിട്ട് ഒരു ഹേമ മേഡത്തിന് ഞങ്ങള് സ്റ്റേജ് ഡെക്കറേഷന്റെ ഓർഡർ കൊടുക്കുന്നത്. ആദ്യമായിട്ടാണ് വേറൊരാൾക്ക് കൊടുക്കുന്നത്. രേവതിക്ക് തന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആ മേഡം വഴക്കുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അവരൊരു പ്രത്യേക ക്യാരക്ടറാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതിപ്പം ആരോട് പറയാൻ നിൽക്കണ്ടെന്ന്. ഏതായാലും ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ ഹേമ വരുന്നത്. ഹേമ ഡെക്കറേഷൻസ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരനാന്ന് ഒന്ന് വരുന്നത്. ആ പുള്ളിക്കാരിക്കാണല്ലോ എന്നും കൊടുക്കുന്നത്. അപ്പൊ ആ പുള്ളിക്കാരി ഇവിടെ ചിലപ്പോൾ മിക്കവാറും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. ഏതായാലും കൂടെ ഒരു ഡ്രൈവറും ഉണ്ട്. അപ്പോഴത്തേക്ക് ആ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, ഹേമ മേഡം ഇനി നമുക്ക് എന്താ പ്ലാന്? അപ്പോഴത്തേക്കും ആ ഹേമ എന്ന് പറയുന്ന പുള്ളിക്കാരി ഇങ്ങനെ അയാളുടെ ചെവിയിൽ ഇങ്ങനെ ഞുള്ളിയിട്ട്, ഒരാവശ്യമില്ലാതെ എന്റെ മുമ്പിൽ വാ തുറക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അയ്യോ മേഡം ഇനി തുറക്കില്ല എന്ന് പറഞ്ഞ് ആ ചെവിയൊക്കെ തിരുമുക പുള്ളിക്കാരൻ. അതായത് ആട്ടുമപ്പണി ചെയ്യുന്ന ഒരാളാണ് ഈ ഹേമ മേഡം എന്ന് പറയുന്ന ആള്. ഇച്ചിരി വില്ലത്തിയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് അകത്ത് നമ്മുടെ രേവതി, ഹേമ മേഡം കുഴപ്പക്കാരിയാണോ സാറേ? ഞാൻ ആ സ്ത്രീയുടെ ഡെക്കറേഷൻ തട്ടിയെടുത്ത പോലെ ആവുമോ? നിങ്ങളോട് ഞാൻ അങ്ങനെ തട്ടിയെടുക്കുന്ന കാര്യമോ അല്ലെങ്കിൽ പിന്നെ ഓപ്പോസിറ്റ് ഒരാളുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പോ എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്ന വർക്ക് മാത്രം തന്നാൽ മതി. അല്ലാതെ ആരെയും മത്സരിപ്പിച്ചൊന്നും എനിക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കണം എന്നൊന്നുമില്ല. എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കാനല്ലേ സാറേ, അതുകൊണ്ട് വേണമെങ്കിൽ ആ സ്ത്രീക്ക് കൊടുത്തോ. രേവതി ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ രേവതിയുടെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാ, ആർക്കും വിട്ടു കൊടുക്കത്തില്ല ആ സ്ത്രീയെ. അവരുടെ കീഴിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്, വലിയ ടീമാ, ചെറിയ ടീമൊന്നും അല്ല. ഈ ഇവന്റ്സ് ഇല്ലേ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആൾക്കാരാ. എന്നാ പിന്നെ ശരി സാറേ, ഞാൻ പൊക്കോട്ടെ.
ഓർഡർ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വന്നേക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സ്ത്രീയോട് മത്സരിക്കാനൊന്നുമില്ല, എനിക്ക് മത്സരിക്കാൻ തീരെ താല്പര്യമില്ല. ഏതായാലും ആ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ടോ കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ രേവതി ഇറങ്ങി പോകുന്നത്. ഏതായാലും ആ സ്ത്രീ ആ ഒരു സ്ഥാപനത്തിന്റെ ഫ്രണ്ടിൽ വന്ന് നിപ്പുണ്ട് കേട്ടോ. ആരോ ഫോൺ ചെയ്തോണ്ടൊക്കെ നിൽക്കുകയാണ് പുള്ളിക്കാരി അതിനെ കാണുമ്പോൾ തന്നെ അറിയാം ചെറിയൊരു വില്ലത്തിയല്ല, വലിയൊരു വില്ലത്തി തന്നെയാണ്. ഏതായാലും നമ്മുടെ രേവതി ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഈ പുള്ളിക്കാരി കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇവര് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഈ പുള്ളിക്കാരി സ്ഥാപനത്തിന്റെ അകത്തേക്ക് കയറി വരുന്നു, നമ്മുടെ രേവതി സ്ഥാപനത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. പക്ഷേ രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നുമില്ലാത്തൊരവസ്ഥ. നേർക്ക് നേർ വന്നിട്ടും കാണാതെ പോവാണ്. നമ്മുടെ രേവതിക്ക് മനസ്സിലാവുന്നില്ല ഹേമയാണെന്ന്. ഹേമയ്ക്ക് ഇപ്പം പുതിയതായിട്ട് വന്ന ഈവൻസിന് വന്ന പുള്ളിക്കാരിയാണ് രേവതി എന്ന് മനസ്സിലാവുന്നുമില്ല. ഇതിൽ ഈ സമയം സ്ഥാപനത്തിന്റെ അകത്തേക്ക് കയറി വന്നപ്പം അവിടെ ഇരുന്ന പുള്ളിക്കാരൻ പേടിച്ചു വിറക്കുകയാണ് കേട്ടോ. എന്താ നമസ്കാരം മേഡം എന്നൊക്കെ പറഞ്ഞു. അതിന് മുമ്പ് തന്നെ നമ്മുടെ ഹേമ വന്ന് ഇരുന്ന് കാലുമേ കാലൊക്കെ കയറ്റി വെച്ചു. അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, മേഡം വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് തന്റെ മുഖത്ത് ശരിക്കും കാണാനുണ്ട്. അത് പിന്നെ എന്തൊക്കെയുണ്ട് മേഡം, സുഖമല്ലേ? ഇപ്പൊ അത്രയ്ക്ക് സുഖം അല്ലെങ്കിലോ? സുഖം അല്ലെങ്കിലോ? സ്റ്റേജ് ഡെക്കറേഷന്റെ ഓർഡർ മാനേജർ വേറൊരാൾക്ക് കൊടുത്തല്ലേ? ആരോട് ചോദിച്ചിട്ട് കൊടുത്തു? എന്തിനു കൊടുത്തു? എന്താ പറ്റിയത് ഇപ്പം? എന്റെ ഡെക്കറേഷൻ പോരാഞ്ഞിട്ടാണോ? ഇനിയും ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കുന്ന കാര്യമേ ഞാൻ കുറച്ചു മുമ്പ് അറിഞ്ഞത്. അപ്പൊ തന്നെ നേരെ ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു. അത് പിന്നെ ഞാനല്ല ഓർഡർ കൊടുത്തത്. ഓഹോ, അപ്പൊ ഞാൻ കള്ളം പറയുന്നതാണോ? താൻ അങ്ങനെയാണോ പറയുന്നത്? ദേ, ഞാൻ കള്ളം പറയുന്നതാണോ പ്രേമ എന്ന് കൂടെ നിൽക്കുന്ന ഒരാളോട് ചോദിച്ചപ്പോഴത്തേക്കും, അതായത് നമ്മുടെ ഹേമയുടെ കൂടെ വന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, ആ ചെവിക്ക് പിടിച്ച ആളുണ്ടല്ലോ ഡ്രൈവർ, അയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഹേയ് ദേ, അതെ ഇയാള് കാരണം തന്നെയാ എന്നിങ്ങനെ മാനേജർ ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്കും മാനേജർ പറഞ്ഞു, എന്റെ പൊന്നു മേഡം, എനിക്ക് അറിയത്തില്ല മേഡം ഇതിന്റെ പിന്നിൽ എന്താ എന്ന്. ദേ, ഇതുവരെ നിങ്ങൾക്ക് മാനേജറെ ഞാൻ കമ്മീഷൻ തരാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാ ഓർഡേഴ്സിനും ഞാൻ കമ്മീഷൻ തന്നല്ലോ. ഈ ഏരിയയിലെ എല്ലാ ഓഡിറ്റോറിയലും ഡെക്കറേഷൻ ചെയ്യുന്നത് ഈ ഹേമയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? പിന്നെ എന്തിനാ വേറൊരാൾക്ക് ഓർഡർ കൊടുത്തത്? എന്തിന്? ഞാൻ മാത്രം മതി ഇവിടെ, വേറൊരാൾക്ക് ഓർഡർ കൊടുക്കുകയും വേണ്ട, വേറൊരു സ്റ്റേജ് ഡെക്കറേഷൻസ് വേണ്ട ഇവിടെ. അത് പിന്നെ ഞാൻ സാറിനോട് പറഞ്ഞതാ, ആ പെണ്ണ് കാണിച്ച ഓർഡർ നല്ലതാണ്, ഒരു തവണ അവക്ക് കൊടുത്തു നോക്കാന്നാ പറഞ്ഞത്. അല്ല, ഏതാ ആ പെണ്ണ്? ആ പെണ്ണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. ആ പെണ്ണിന് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. ആ മാനേജർ എന്ത് ചെയ്യാ? ആ ഹേമേനെ വിളിച്ചോണ്ട് പോവുക നമ്മളെ രേവതിനെ കാണിക്കാനായിട്ട്. രേവതി ആണെങ്കിൽ ഫോണും വിളിച്ചോണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. പാവം രേവതി ഇത് വല്ലതും അറിയുന്നോ? ഏതായാലും ഹേമയ്ക്ക് കാണിച്ചു കൊടുക്കണത് ആ നിൽക്കുന്നതാണ് പുതിയ ഡെക്കറേഷൻസ് ചെയ്യുന്ന പെണ്ണ്, ദേ അതാണ് എന്ന് പറഞ്ഞ് ചൂണ്ടി കാണിച്ചു കൊടുത്തു. ഏതായാലും നമ്മുടെ ഹേമ മേഡം ആടിമൂടി രേവതിനെ സ്കാൻ ചെയ്യാണ്. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹേമ മേഡം കുറച്ച് പൈസ എടുത്ത് മാനേജർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, കമ്മീഷൻ കിട്ടില്ല പെണ്ണിന്റെ കയ്യിൽ നിന്ന്, ദേ ഇത് എന്റെ കയ്യിൽ നിന്ന് തരുന്ന കമ്മീഷനാ. ഇനി ഓണർ പറഞ്ഞാലും ഓർഡർ അവക്ക് കൊടുക്കരുത്, എനിക്ക് മാത്രമേ ഓർഡർ തരാവുള്ളൂ, എനിക്ക് തന്നിരിക്കണം, കേട്ടല്ലോ. എന്താ അവളുടെ പേര്? അത് പറ. അത് രേവതി എന്നാന്ന് തോന്നുന്നു മേഡം. രേവതി, ആ കാര്യം ഞാൻ ഏറ്റു. ഇനിയിപ്പൊ രേവതിനെ പൂട്ടുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹേമ ഇറങ്ങി ഇങ്ങ് വരികയാണ് കേട്ടോ. ഹേമ ഇറങ്ങി വണ്ടിക്കകത്ത് കയറുക. ഏതായാലും രേവതിനെ കണ്ടിട്ടുണ്ട്, രേവതിനെ കാണാതിരുന്നിട്ടൊന്നുമില്ല. ഇനി ഏതായാലും രേവതിക്ക് ശത്രുക്കൾ കൂടി വരുവാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിലും നമ്മൾ ഇങ്ങനെ ഉയർന്നു വരുന്തോറും ആണല്ലോ നമുക്ക് ശത്രുക്കളൊക്കെ കൂടി വരുന്നത്. ഈ മാങ്ങയുള്ള മാവിലാണല്ലോ കല്ലെറിയത്തുള്ളൂ. ഏതായാലും ഈ സമയത്ത് മാനേജർ എന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയിലോ എന്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് നിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതിയായിട്ട് പിന്നെ കാണിക്കുന്ന രേവതി നേരെ നമ്മുടെ ചന്ദ്രോദയത്തേക്ക് ചെല്ലാണ്. അങ്ങനെ അകത്ത് കയറി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എന്ത് പറ്റി മോളെ താമസിച്ചത്? അത് പിന്നെ ഞാൻ ആ ഡെക്കറേഷൻ ചെയ്തില്ലായിരുന്നോ, അവരുടെ അടുത്തേക്ക് ആ ഓഫീസിൽ പോകേണ്ടി വന്നു, പിന്നെ വേറൊരു ഓഡിറ്റോറിയം കിട്ടി, അവിടെയും പോകേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രൻ ഇങ്ങ് വന്നിട്ട് ഒരു ഓഡിറ്റോറിയം, ഒരു ഫംഗ്ഷന് നേരത്തും കാലത്തും വീട്ടിൽ വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, തോന്നിയ പോലെ പോകാനും വരാതും, ഇത് സത്രമൊന്നുമല്ല, ഇത് എന്റെ വീടാ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടി ഇത് അവളുടെ ജോലി അങ്ങനെയല്ലേ, നീ ഇത് പറയുന്നത് ചിലപ്പോ അവള് കുറച്ച് വൈകിന്നൊക്കെ ഇരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, അച്ഛ ദേ സ്വീറ്റ്സ് എടുക്കാന്ന് പറഞ്ഞ് സ്വീറ്റ്സ് കൊടുക്കാൻ കേട്ടോ. ഇതെന്താ മോളെ ഇത് സ്വീറ്റ്സ് ഒക്കെ പല കളറുള്ള ലഡുവൊക്കെ ഉണ്ടല്ലോ, എന്ത് പറ്റി? എന്താ ഇപ്പൊ അടിക്കടി സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ? ഈ അടുത്ത ദിവസമല്ലേ മോള് ഇതുപോലെ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നത്, പിന്നെ എന്താ ഇപ്പൊ വിശേഷം? അച്ഛൻ അത് എടുത്ത് കഴിക്കേ, ഞാൻ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ഒരു സ്വീറ്റ്സ് അതിൽ നിന്ന് എടുത്തു കേട്ടോ. ഏതായാലും ചന്ദ്ര ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ദേ ഷുഗറാന്നുള്ള കാര്യം ഓർമ്മ വേണം കേട്ടോ. പറഞ്ഞാ കേൾക്കൂലല്ലോ, കൊണ്ടുവരുന്നതൊക്കെ അങ്ങ് വലിച്ചു വാരി തിന്നുവല്ലേ. എന്റെ പൊന്നു രേവതി, ഈ നേരത്താണ് സ്വീറ്റ്സും കൊണ്ട് വരുന്നത്, ഇപ്പൊ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ പറഞ്ഞു, അതെ രേവതി, എന്തോ നല്ല കാര്യം നടന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടല്ലേ സ്വീറ്റ്സും കൊണ്ടുവന്നത്. അത് പിന്നെ ഞാൻ ഓഡിറ്റോറിയത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇനി ആ ഓഡിറ്റോറിയം എല്ലാ കല്യാണത്തിന്റെ ഓർഡർ എനിക്ക് തരാന്നാ മാനേജർ പറഞ്ഞത്, അത് നല്ല സന്തോഷമല്ലേ. അപ്പൊ സക്സസ് ആയല്ലേ. അപ്പൊ അതാണ് സ്വീറ്റ്സുമായിട്ട് വന്നത്. മോള് നോക്കിക്കോ,
ആ ഓഡിറ്റോറിയത്തിന്റെ മാത്രമല്ല ഈ പരിസരത്തുള്ള എല്ലാ ഓഡിറ്റോറിയത്തിന്റെയും വർക്ക് മോൾക്ക് തന്നെ ആയിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പിന്നെ എന്ന് പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല അച്ഛാ, പക്ഷെ ഇപ്പൊ നടന്നു, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഐശ്വര്യമുള്ള വീട്ടിലേക്ക് കയറി വന്നപ്പം നടന്നു. അങ്ങനെ പറ, ഇങ്ങനെയാ ഐശ്വര്യ വീട്ടിൽ കാല് കുത്തിയാല്. അപ്പൊ നമ്മുടെ രവീന്ദ്ര പറഞ്ഞു നീ മിണ്ടായിരിക്കുന്ന, വേണമെങ്കിൽ സ്വീറ്റ്സ് കഴിക്കുന്ന, എനിക്കൊന്നും വേണ്ട, അല്ല ഉറപ്പിച്ചാ വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. എന്നാ പിന്നെ ചന്ദ്രൻ ഒന്ന് എണീറ്റേ. ഞാനെന്തിനാ എണീക്കുന്നത്? എണീക്ക് പൊന്നു ചന്ദ്രൻ, നീ എണീക്ക്. ആ ദേ ഇത് കഴിക്ക്, ഞാൻ വായിൽ വെച്ച് തരാം. ദേ ഇത് കഴിക്ക് ചന്ദ്രൻ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞില്ലേന്നും പറഞ്ഞ് ഇങ്ങനെ വാ പൊളിച്ചപ്പോ തന്നെ പെട്ടെന്ന് ഒരു ലഡു എടുത്ത് വായിൽ കുത്തി കയറ്റി കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു വീട്ടില് ഒരു സന്തോഷം നടക്കുമ്പോൾ ആ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ലഡു കുത്തി കയറ്റി വെച്ച് കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു ചെറിയ ചിരിയൊക്കെ വന്ന ഈ സമയത്ത് സച്ചി ഇറങ്ങി വരികയാണ് കേട്ടോ. സച്ചി, രേവതിയെ ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു കേട്ടോ. അല്ല ഇതെന്താ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട്? അത് പിന്നെ രേവതി മോള് കൊണ്ടുവന്ന ആടാ, ഞാൻ കഴിച്ചോളാം. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ഓഡിറ്റോറിയത്തിലെ ഡെക്കറേഷൻ ചെയ്തില്ലേ സച്ചേട്ടാ, ഒപ്പം നല്ലൊരു അഭിപ്രായവും വരുമാനവും ഒക്കെ കിട്ടി. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പിന്നെ വലിയ താജ്മഹാലല്ലേ അവള് പണി കഴിപ്പിച്ചെന്ന് വെച്ചാല്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അവിടെ പൂക്കൾ കൊണ്ട് ഡെക്കറേഷൻ നടത്തേണ്ട ഒരാവശ്യമില്ല, അത് പ്രണയത്തിന്റെ സ്മാരകമാ. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു അല്ല ഈ ലഡു ഇനി വേണോ? വേണമെങ്കിൽ തരാം. ഞാൻ മിണ്ടാതിരിക്കാനല്ല എന്റെ വായിലേക്ക് ഇത് കുത്തിക്കയറ്റി തരുന്നത്, എനിക്കിത് വേണ്ട, ഞാനൊന്നും പറയുന്നില്ല, അതുപോലെ നീ മിണ്ടാതിരിക്കുക, അതാടി നല്ലതെന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു. ഈ സമയത്താണ് ശ്രുതിയും കൂടെ എത്തുന്നത് കേട്ടോ. പറയാനുണ്ടോ, രണ്ടുപേരും കൂടെ ഇതിലും വലിയ സന്തോഷമായിട്ടാണല്ലോ വരാൻ പോകുന്നത്. 5 കോടിയുടെ വീട് 3 കോടിക്ക് കിട്ടാൻ പോകുമല്ലേ. അയ്യോ ശ്രുതി കയറി വന്നിട്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പൊ എന്റെ മക്കള് വന്നോ എന്ന് പറഞ്ഞ് ചന്ദ്ര. എന്നിട്ട് ചോദിച്ചു നിങ്ങൾ പോയി വീട് നോക്കിയോ? നോക്കി സൂപ്പർ വീട് ആന്റിന്ന് നമ്മുടെ ശ്രുതി. അപ്പൊ ശ്രുതി പറഞ്ഞു വീട് ഞങ്ങളങ്ങ് മേടിക്കാൻ തീരുമാനിച്ചു, ഇനി ഒരു മാറ്റവും ഇല്ല. ആണോ? എന്നാ പിന്നെ ഒരു മാറ്റവും ഇല്ലല്ലോ, പോകുന്നു ക്യാഷ് കൊടുക്കുന്നു മേടിക്കുന്നു, അത്ര വലിയ ഉള്ളൂ. അതെ അമ്മേ, ദേ അച്ഛാ ആ വീടൊന്ന് കാണേണ്ടതാ, ഞാൻ വാങ്ങുന്ന വീടായതുകൊണ്ട് പറയുന്നതല്ല. അതിനകത്ത് കേറിയപ്പോഴേ ഒരു സ്വർഗലോകത്ത് കയറിയ അവസ്ഥയായിരുന്നു. അങ്ങനെയായിരുന്നു. ദേ അച്ഛാ, ദേ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ഒരു വീടാണോ? തൊഴുത്ത് പശു തൊഴുത്ത്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ഇത് കേട്ടപ്പോഴേ ചൊറിഞ്ഞു കയറി. സച്ചിക്ക് അതിൽ വലിയ ചൊറിഞ്ഞു കയറ്റം വന്നു കേട്ടോ. സച്ചി മിണ്ടുന്നില്ല. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി നീ ഇങ്ങ് വന്നേ. അച്ഛാ ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനി കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം ചെയ്ത് തീർക്കണം. ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടെ എങ്ങനെ ചെയ്ത് തീർക്കും എന്തോ, എല്ലാത്തിനും ഞാൻ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. എടി സുധി നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് സുധീനെ വിളിച്ചിട്ട് റൂമിലേക്ക് പോകും. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇവരുടെ പുറകെ ഞാനും വരുവാണേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ എന്റെ അമ്മോ സമ്മതിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അല്ല ഇത്രയും വലിയ വീട് മേടിക്കാൻ മാത്രം ക്യാഷ് ഉണ്ടോ അവന്റെ കയ്യില്? അറിയില്ല, മക്കള് പറയുന്നതല്ലേ അച്ഛനമ്മമാർക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. പ്രശ്നത്തിൽ ചെന്ന് ചാടി കഴിയുമ്പോഴല്ലേ യാഥാർത്ഥ്യം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ മോനെ സച്ചി. ആർക്കറിയാം ഇത് എന്ത് പ്രശ്നമാണെന്ന്. അവൻ ഉയരുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ, പക്ഷെ അവനായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എവിടെ ചെന്ന് ചാടുന്ന്. ഇനിയിപ്പോ ആ ഉയർച്ചയ്ക്ക് എന്ത് വിലയാണ് ഈടാക്കാൻ പോകുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അതുപോലെ ഒരു ചാടിച്ചായിരിക്കും മിക്കവാറും ചാടാൻ പോകുന്നത്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു രേവതി നീ പോയി ഫ്രഷ് ആയിട്ട് വാ, നീ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി ഫ്രഷ് ആകാൻ പോയിട്ട് ഇപ്പൊ നമ്മുടെ സച്ചിക്ക് വല്ലാത്തൊരു ഡൗട്ട്. സച്ചിക്ക് എന്താ പറയാ സുധിയോ ആരോ ചെന്ന് കുഴി ചാടുന്നൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട്, ഇത് എന്ത് പറ്റി, ഇത് എന്താന്നൊരു അന്വേഷിക്കണമല്ലോ, വീടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. അപ്പൊ സച്ചിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഒക്കെ ഉള്ളതുകൊണ്ട് സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം സഹോദരന്മാരെ ഉയരുന്നത് തന്നെ നമ്മുടെ സച്ചിക്ക് ഇഷ്ടം. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട്. അപ്പൊ അടുത്ത വിശേഷമായിട്ട് കാണാൻ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ.